യേശുക്രിസ്തുവിന്റെ വരവ് കള്ളനെ പോലെ വരുമെന്ന് ബൈബിളിൽ പലയിടങ്ങളിലും പറഞ്ഞിരിക്കുന്നു. ആ ദിവസം കള്ളൻ എന്നതുപോലെ നിങ്ങൾ പിടിക്കാനിടയാകരുത്. ദേവദാസനത് പ്രസംഗിക്കുകയും ചെയ്തു. പക്ഷെ ബൈബിളിൽ വീണ്ടും എഴുതിയിരിക്കുന്നു, യേശുക്രിസ്തുവിന്റെ വരവ് എല്ലാവരും കാണും. ഇതെങ്ങനെ രണ്ടും കൂടി മാച്ച് ചെയ്യുന്നു? It is said that the coming of Lord Jesus Christ is like a thief, and it is also said that the coming of Jesus will be visible to all. And how these two words match with each other? तो ये सवाल है कि यीशु मसीह का आना वो चोर के समान होगा, ऐसे लिखा है, और यहाँ पर प्रचार भी करते हैं ऐसे, और ये भी कि यीशु के आने को सब देखेंगे, उसके आगमन सभी लोगों के दिखाई में होगा. तो ये कैसे हो सकता है? ഈ രണ്ട് ഈവൻറ്റുകൾ, ഈ രണ്ട് സംഭവങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പം മനസ്സിലാകും. ഒന്ന്, നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഇതാ നമ്മളെ കാണുവാൻ വെളി രാജ്യത്ത് നിന്ന് എവിടെന്നെങ്കിലും എയർപോർട്ടിൽ വരികയാണ്. അതിൽ ഒരു കാര്യം, ഒന്ന് നമ്മൾ ആ വ്യക്തിയെ സ്വീകരിക്കാൻ വേണ്ടി കടന്നു പോകുന്നു. മറ്റൊരു ഈവൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ വ്യക്തിയെ സ്വീകരിച്ച് ഇതാ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇത് നാം മനസ്സിലാക്കിയാൽ ഈ രണ്ട് ഈവൻ്റ് നമുക്ക് മനസ്സിലാകും. These two events we can understand. If someone from our family is abroad, and when that person comes, we go to the airport in order to receive that person, and secondly, after receiving him, we take him to our home, and by understanding these two events can be easily understood. तो ये दो विभिन्न दो घटनाएं हैं, उसे समझने के लिए हम ये उदाहरण ले सकते हैं. मान लो कि आपका कोई खास व्यक्ति आ रहा है बाहर गांव से, तो आप उसे स्वीकार करने के लिए एयरपोर्ट चले जाते हो, और वो एक घटना है. दूसरी घटना है कि फिर आप उस व्यक्ति के साथ में घर आ रहे हैं. ഈ സംഭവത്തിൽ രണ്ട് പ്രധാന ഈവൻറ്റുകളുണ്ട്. അതിലൊന്നാണ് അവർ എന്ന എയർപോർട്ടിൽ റിസീവ് ചെയ്യുവാനായിട്ട് കടന്നു വന്നു. രണ്ടാമത്തേതാണ് ഞങ്ങൾ ഒരുമിച്ച് ആ റിസപ്ഷന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് മീറ്റിംഗ് സ്ഥലത്തേക്ക്, സംഭവം നടക്കേണ്ട സ്ഥലത്തേക്ക് കടന്നുപോയി. In this event there are two events. First is that these people came to receive me at the airport, and having received me after few days they took me to the destination where I was supposed to reach. इस घटने में दो घटना हम देख सकते हैं. पहली वो है जब ये लोगों ने मुझे स्वीकार करने एयरपोर्ट में आए, और दूसरा वो है जब उन्होंने मुझे जहाँ पर कार्यक्रम हो रहा है वहाँ पर ले गए. ഈ വരവ് വിധിക്കാനാണ്, ഭരണം നടത്താനാണ്, ഗവൺമെന്റ് സ്ഥാപിക്കാനാണ് ഈ വരവ് വരുന്നത്. ഇത് എല്ലാവരും കാണും. ഇതാ ഈ ലോകത്തിലുള്ള സകലരും കാണും. അവരെ എല്ലാം വിധിക്കുകയും ചെയ്യും അവർ ചെയ്തതിനനുസരിച്ച്. And this coming is to judge according to the way people have done, and this coming is to establish his kingdom, and this coming shall be seen by all. यीशु मसीह का ये आगमन इसीलिए है कि न्याय किए जाए, सब ने अपनों ने किए हुए कामों के बराबर बदला दिया जाएगा. അപ്പോൾ രണ്ട് ഇവന്റ് നമ്മൾ കണ്ടു. ഒന്ന്, വിശുദ്ധന്മാർ ക്വാളിഫൈ ചെയ്യപ്പെട്ടവർ യേശുവിനെ എതിരേൽക്കാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആകാശത്തിലേക്ക് മേഘങ്ങളിൽ താഴേക്ക് വരുന്നില്ല, എടുക്കപ്പെടും. അതാണ് കള്ളനെ പോലെ വരുന്ന ആ ഒരു സംഭവം. പക്ഷെ ആ നാൾ കള്ളനെ പോലെ നമ്മളെ പിടിക്കുവാൻ കഴിവില്ല. നിങ്ങൾ വെളിച്ചത്തിലാണ് വസിക്കുന്നതെങ്കിൽ. അടുത്തത്, ഈ വിശുദ്ധന്മാരും യേശുവും ചേർന്ന് ഈ ഭൂമിയിലെ യഹോവയാം ദൈവത്തിന്റെ ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്യുവാൻ, ന്യായവിധി നടത്തുവാൻ ഈ ഭൂമിയിലേക്ക് ആയിരം വിശുദ്ധന്മാരോട് ചേർന്ന് വരുന്നു. ഈ വരവ് എല്ലാവരും കാണും. In the first event, we the saints will be caught up in the air to receive Jesus, and along with the 10,000s of saints, Jesus will come here and to establish his kingdom, and that coming will be seen by all. हमने दो घटनों के बारे में सुना. पहले घटने में हम प्रभु यीशु मसीह के साथ उसके पास में ले लिए जाएंगे. यीशु यहाँ आना वैसे नहीं है, वो है चोर के नाई आना. और दूसरी घटना में यह होता है कि प्रभु यीशु अपने लाखों पवित्रों के साथ इस धरती पर आएगा. किस लिए आएगा? अपने राज्य का स्थापन करने के लिए. പ്രൈസ് ദി ലോർഡ്. സ്വർഗസ്ഥ പിതാവിൻ്റെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്തനം ഈ ഹോളിൽ ശബ്ദ കാഴ്ചപരതയിലായിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ബോഡി ഓഫ് ക്രൈസ്റ്റിലെ എൻ്റെ സഹോദരങ്ങളെ അറിയിക്കുകയാണ്.
Praise God, grace and peace from God our Father and the Lord Jesus Christ be unto all who are present in this hall and who are attending this ministry online, especially those who are in the body of Christ. प्रभु की स्तुति हो। पिता परमेश्वर और उसके पुत्र यीशु मसीह के नाम से आप सभी को प्यारा नमस्कार, जो इस हॉल में है और जूम के द्वारा हमारी आवाज़ को सुन रहे हैं और हमें देख रहे हैं, जो प्रभु यीशु के शरीर में है। 2024 മാർച്ച് മാസ ധ്യാനത്തിൻ്റെ ആ 6th ഡേ എൻഡ് ഡേയിലെ കുടുംബ പ്രാർത്ഥനയിൽ സംശയങ്ങൾ നിവാരണം ചെയ്യുന്ന ആ മണ്ഡലത്തിൽ ദൈവമക്കൾ ദൈവരാജ്യത്തിൻ്റെ മൊഴികൾ കേട്ട ദൈവമക്കളുടെ സംശയം നിവാരണം ചെയ്യുന്ന ദിവസമാണ്, ആ സമയമാണ് ഇപ്പോൾ. Today is the end of the retreat day, and on this day usually we answer the questions of those who listen to the word of God. और मार्च महीने में ये जो हमारा ध्यानम है, उसके छठे दिन में हम जिन लोगों को मन में शक होता है, सवाल होता है, उसके जवाबों को देते हैं, तो वो समय है अभी. പലരുടെ ഹൃദയത്തിൽ കുഴഞ്ഞു കിടക്കുന്ന ഒരു ചോദ്യം ഒരു വാത്സല്യ മകൾ ചോദിക്കുകയുണ്ടായി. ആ ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും ലഭിക്കത്തക്കവണ്ണം കാര്യങ്ങളെ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. I would like to answer to a question that was asked by a daughter, and I would like to answer to that question right now. इस समय में हम एक प्यारी बेटी ने पूछी हुई सवाल, उसका जवाब हम देना चाहते हैं, जो हम सोचते हैं कि कई और लोगों के मन में हो सकता है. ആ ക്വസ്റ്റ്യൻ ഇതാണ്: യേശുക്രിസ്തുവിൻ്റെ വരവ് കള്ളനെ പോലെ വരുമെന്ന് ബൈബിളിൽ പലയിടങ്ങളിലും പറഞ്ഞിരിക്കുന്നു. ആ ദിവസം കള്ളൻ എന്നതുപോലെ നിങ്ങൾ പിടിക്കാനിടയാകരുത്. ദേവദാസനത് പ്രസംഗിക്കുകയും ചെയ്തു. പക്ഷേ ബൈബിളിൽ വീണ്ടും എഴുതിയിരിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ വരവ് എല്ലാവരും കാണും, എല്ലാവരും കാണും. ഇതെങ്ങനെ രണ്ടും കൂടി മാച്ച് ചെയ്യുന്നു? It is said that the coming of Lord Jesus Christ is like a thief, and it is also said that the coming of Jesus will be visible to all. And how these two words match with each other? तो ये सवाल है कि यीशु मसीह का आना वो चोर के समान होगा, ऐसे लिखा है, और यहाँ पर प्रचार भी करते हैं ऐसे, और ये भी कि यीशु के आने को सब देखेंगे, उसके आगमन सभी लोगों के दिखाई में होगा. तो ये कैसे हो सकता है? നിങ്ങൾക്ക് അങ്ങനെ എന്തൊരു സംശയം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾക്കത് ചിന്തിക്കാനേ സമയം കിട്ടിയിട്ടില്ല. തിരക്ക് വിട്ടിട്ട് സമയം വേണ്ടേ അല്ലയോ? ഓക്കെ. എന്നാൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്, ഇതിനെക്കുറിച്ച് ധ്യാനിക്കുന്ന മക്കളും ഉണ്ട്. അവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇതിന് ആധാരമായിട്ട് നമുക്ക് 2 വചനങ്ങൾ വായിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യും. അതിനുശേഷം നമുക്ക് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. Based on this, I would like to read 2 words from the Bible. And when I read that, there may be a contradiction in you, but then let's discuss on that. हमें इस विषय को समझने के लिए हम वचन से 2 वचनों को पढ़ेंगे पवित्र कलाम से, तब इसमें हमें ये समझने के लिए सहायक होगा, और हो सकता है कि हमारे मन में शक भी हो. 1 Thessalonians chapter 5 verse 1 and 2. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. 1 Thessalonians chapter 5 verse 2 says, "For yourselves know perfectly that the day of the Lord so cometh as a thief in the night." पहला थिस्सलुनीकी 5 उसका 1 और 2 पर है भाइयों, इसका प्रयोजन नहीं कि समयों और कालों के विषय में तुम्हारे पास कुछ लिखा जाए, क्योंकि तुम आप ही ठीक जानते हो कि जैसा रात में चोर आता है, वैसा ही प्रभु का दिन आने वाला है. ഹല്ലേലൂയ. കള്ളൻ രാത്രി വരുന്നത് പോലെ വരുമെന്ന് പറഞ്ഞാൽ ആരോടും പറഞ്ഞിട്ടല്ല കള്ളൻ വരുന്നേ. ദാ കള്ളൻ വരുന്നു, കാര്യങ്ങളെ കൊണ്ടുപോകുന്നു, ആരും കാണുന്നുമില്ല, ആരും അറിയുന്നുമില്ല. പക്ഷേ അതിന് വിപരീതമായിട്ടാണ് ഞങ്ങൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നത്. So it is said that the coming of Lord Jesus is like a thief, and when the thief comes, nobody knows, and thief comes and he steals the things that he wishes.
But on the contrary to that, we also see a verse in the book of Matthew. तो यहाँ पर जो हमने पढ़ा उसमें से ये मालूम होता है कि प्रभु का दिन चोर के समान है। चोर जब आता है तो बताकर नहीं आता है, वो आता है अकस्मात और जो चाहता ले जाता है। तो इसके विपरीत एक बात हम मत्ती के सुसमाचार में पढ़ते हैं। മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും യേശുക്രിസ്തുവിൻ്റെ വരവ് എല്ലാവരും കാണും. Gospel of Matthew chapter 24-29 says the coming of Lord Jesus Christ shall be visible to all. तो मत्ती 24 के 29 में हम पढ़ते हैं कि यीशु मसीह का आना सभी लोगों के देखते होगा। അപ്പോൾ ഒരു ഭാഗത്ത് പറയുന്നു എപ്പോഴാണ് വരവും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല, ദാ അത് കള്ളനെ പോലെ വരും. പക്ഷെ വേറൊരു ഭാഗത്ത് പറയുന്നു യേശുവിൻ്റെ വരവ് എല്ലാവരും കാണും. എങ്ങനെയാണിത് മാച്ചായി പോകുന്നത്? On one side it is said that the coming of Lord Jesus Christ is like a thief and nobody will see it. But on the contrary, on the other side we see that the coming of Jesus will be seen by all. तो ये दोनों वचनों के भाग में हम देखते हैं कि एक भाग में लिखा है कि यीशु मसीह का आना चोर के समान होगा, दूसरे भाग में लिखा है कि सबके देखते होगा। ये दोनों कैसे हो सकता है? ആ ചോദ്യത്തിൽ ഇങ്ങനെ കൂടിയുണ്ട്, അവിശ്വാസികൾ കൂടെ യേശുക്രിസ്തുവിൻ്റെ വരവ് കാണുമോ എന്നൊരു ചോദ്യം കൂടി ഉണ്ട്. There is also one more question, that will the unbelievers also shall witness the coming of Lord Jesus तो Christ. उस सवाल में ये भी पूछा गया था कि क्या अविश्वासी यीशु मसीह का आना देख पाएंगे? ആ വചനം നമുക്ക് വായിക്കാം, സ്ക്രീനിൽ നിങ്ങൾക്കത് കാണാം. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് അവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ചേർക്കുന്നൊരു കാര്യമാണ്, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ, ശ്രദ്ധിക്കുക, തേജസ്സോടും കൂടെ വരുന്നത് കാണും. This is how Jesus answered to the question that was asked by the disciples. But immediately after the tribulation of those days, the sun shall be darkened, and the moon shall not give her light, and the stars shall fall from heaven, and the powers of the heavens shall be shaken. And then shall appear the sign of the Son of Man in heaven. And then shall all the tribes of the earth mourn, and they shall see the Son of Man coming on the clouds of heaven with the power and great glory. तो यहाँ पर यीशु मसीह ने चेलों ने यीशु से पूछे हुए सवाल के जवाब में इस तरह से कहा, उन दिनों में क्लेश के तुरंत बाद सूर्य अंधियारा हो जाएगा और चंद्रमा का प्रकाश जाता रहेगा और तारे आकाश से गिर पड़ेंगे और आकाश की शक्तियाँ हिलाई जाएगी। तब मनुष्य का पुत्र का चिन्ह आकाश में दिखाई देगा और तब पृथ्वी के सब कुलों के लोग छाती पीटेंगे और मनुष्य का पुत्र को बड़ी सामर्थ्य और ऐश्वर्य के साथ आकाश के बादलों पर आते देखेंगे। ഹല്ലേലൂയ. ഒരു ഭാഗത്ത് കള്ളനെ പോലെ വന്നങ്ങ് പോകുന്നു, വേറൊരു ഭാഗത്ത് എല്ലാവരും യേശുക്രിസ്തുവിന്റെ വരവ് കാണും. On the one side, Jesus' coming is like a thief. On the other side, his coming is seen by all. एक भाग में ये है कि यीशु मसीह का आना चोर के समान है, दूसरे भाग में ये है कि पृथ्वी के सारे लोग उसे देखेंगे। ഹല്ലേലൂയ. നല്ലൊരു ചോദ്യമാണ് ആ വാത്സല്യ പൈതൽ ചോദിച്ചത്. നമ്മുടെ അകത്തുനിന്ന് വരാത്തൊരു ചോദ്യം അല്ലേ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയാണ് പ്രകാശിപ്പിച്ചത്. ഞാൻ അങ്ങനെ പറഞ്ഞു പോയാൽ ട്രാൻസ്ലേറ്റ് ചെയ്യണവർക്കത് ബുദ്ധിമുട്ടാകും. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങ് ആദ്യം പറ. It is a good question that was asked by that affectionate child of God. उस प्यारी बेटी ने बहुत ही अच्छा सवाल पूछा है जो कई बार हमारे मन में नहीं आया होगा। കള്ളനെ പോലെ വരുന്നതും എല്ലാവരും കണ്ടുവരുന്നതും ഇതും രണ്ടും രണ്ട് ഈവൻറ്റുകളാണ്, രണ്ട് സംഭവങ്ങളാണ്. The coming of Lord Jesus Christ like a thief,
and the coming of Lord Jesus Christ that is visible to all, those two things or those two things are two events. चोर के नाई आना और सबके देखते आना, ये प्रभु यीशु मसीह का, ये दोनों भी दो विभिन्न घटनाएं हैं. വിശുദ്ധ ബൈബിളിൽ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടുകൂടി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയാവുന്ന ഒരു കാര്യം, എനിക്ക് മനസ്സിലായതാണ് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇനി ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല മാറ്റം ഉണ്ടെന്നൊന്നും വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. സ്വർഗരാജ്യ പ്രവേശനത്തിന് അത് യാതൊരു ബന്ധവും ഇല്ല, അതിനുവേണ്ടി തല്ലുപിടിക്കരുത്. So when we prayerfully look into the word of God, there is an answer. But even though we don't understand, this doesn't matter, and it doesn't have anything to do with our inheriting the kingdom of God. हम प्रार्थना पूर्वक प्रभु के वचन के सामने आएंगे तो हमें समझ आता है, अभी जो बता रहे हैं वो जो हमारी समझ में है वो बातें हैं, लेकिन ये अगर ऐसा न हो तो भी स्वर्ग के राज्य में प्रवेश करने से इसमें कोई रोक नहीं होगी. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് യേശുക്രിസ്തു വ്യക്തതയോടെ പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ സ്വർഗസ്ഥ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് സഭക്കാർ ബുദ്ധിഹീനരാകാതെ ദൈവ ഇഷ്ടം എന്ന് തിരിച്ചറിയുവാൻ വിശുദ്ധ പൗലോസും നമ്മളോട് ഉപദേശിച്ചു. Saint Paul advised us that what we need to inherit the kingdom of God is not calling Jesus Lord, Lord, but we should do the will of God, and doing the will of God by doing the will of God we get qualified to inherit the kingdom of God. स्वर्ग के राज्य में प्रवेश करने के लिए क्या करना है, ये प्रभु यीशु मसीह ने बताया कि मुझे प्रभु प्रभु कहने वाला नहीं, पर मेरे पिता की इच्छा करने वाला. और ये बात पौलुस ने प्रेरित ने भी हमें बताया. ഈ രണ്ട് ഈവൻറ്റുകൾ, ഈ രണ്ട് സംഭവങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പം മനസ്സിലാകും. ഒന്ന്, നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഇതാ നമ്മളെ കാണുവാൻ വെളിരാജ്യത്ത് നിന്ന് എവിടെ നിന്നെങ്കിലും എയർപോർട്ടിൽ വരികയാണ്. അതിൽ ഒരു കാര്യം, ഒന്ന്, നമ്മൾ ആ വ്യക്തിയെ സ്വീകരിക്കാൻ വേണ്ടി കടന്നു പോകുന്നു. മറ്റൊരു ഈവൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ വ്യക്തിയെ സ്വീകരിച്ച് ഇതാ നമ്മളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇത് നാം മനസ്സിലാക്കിയാൽ ഈ രണ്ട് ഈവൻ്റ് നമുക്ക് മനസ്സിലാകും. These two events we can understand. If someone from our family is abroad, and when that person comes, we go to the airport in order to receive that person, and secondly, after receiving him, we take him to our home, and by understanding these two events can be easily understood. तो ये दो विभिन्न दो घटनाएं हैं, उसे समझने के लिए हम ये उदाहरण ले सकते हैं. मान लो कि आपका कोई खास व्यक्ति आ रहा है बाहर गांव से, तो आप उसे स्वीकार करने के लिए एयरपोर्ट चले जाते हो, और वो एक घटना है. दूसरी घटना है कि फिर आप उस व्यक्ति के साथ में घर आ रहे हैं. ഇതാ ഞാൻ ഒരിക്കൽ ദുബായിൽ നിന്ന് ഹൈദരാബാദ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഇതാ എന്നേക്കകത്ത് ഹൈദരാബാദിലെ ചില സഹോദരങ്ങൾ, ചില ദൈവദാസന്മാർ എയർപോർട്ടിൽ വരികയുണ്ടായി. Once I traveled from Dubai, and I reached the airport of Hyderabad, and some friends of us, they came to receive from the airport. तो एक बार मैं दुबई से हैदराबाद एयरपोर्ट में आया हुआ था, तभी मुझे स्वीकार करने कुछ भाई लोग, प्रभु के दास लोग वहाँ पर उपस्थित थे. ഇതാ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ചില പൂച്ചെണ്ടുകളും പൂമാലകളൊക്കെ ആയിട്ട്, അതായത് ഇന്ത്യൻസ് അല്ല, ഈ നോർത്ത് ഇന്ത്യൻസ് ആ ഭാഗങ്ങൾ അവർ അങ്ങനെ സ്വീകരിക്കുന്ന ഒരു രംഗം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഷോൾ തന്നെ അണിയിച്ച് സ്വീകരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. I have often noticed that when someone comes at the airport, according to the Indian culture, they receive giving the person a bouquet or a garland. Once even I was received by adorning my shoulder with a shawl. तो हम देखते हैं कई बार उत्तर भारत में ऐसी उनकी प्रथा है, रीति है कि जब किसी को स्वागत करना चाहते हैं या सम्मान करना चाहते हैं तो उनको फूलों का हार देते हैं या फिर एक बोके देते हैं. तो एक बार पासवान मेरे भी साथ ऐसे हुआ था, उन्होंने एक ओढ़नी डाली थी. ഹല്ലേലൂയ. ഇതാ ഈ ദേവദാസന്മാരിൽ ഒരാൾ അത് നേരെ എന്നെ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ ഒരുമിച്ച് ഇതാ ഒരു ഹൈദരാബാദിൽ ഒരു സ്റ്റാർ ഹോട്ടലിൽ അവർ നേരെ കൊണ്ടുചെന്ന് പാർക്ക് ചെയ്തു. So having received all these men of God, they took me to a hotel, and they parked the car there.
तो ये प्रभु के दासों ने मेरा जो स्वागत किया है, स्वीकार किया। बाद में एक होटल के पास में जाकर हमारी गाड़ी रोकी। ഞാൻ ചിന്തിച്ചു ഇതെന്താ ഇത്രയും വലിയ ഹോട്ടലിൽ അവർ ഇതാ എന്നെ എയർപോർട്ടിൽ നിന്ന് സ്വീകരിച്ച് ഇത്രയും വലിയ ഹോട്ടലിൽ അവർ എന്തിനാണ് എന്നെ കൊണ്ട് കയറ്റിയത്? So I began to think, having received me from the airport, why these people have accommodated me in a very big hotel. मैं मन में विचार कर रहा था कि ये प्रभु के दासों ने मेरा स्वीकार करके इतने बड़े होटल के आगे में क्यों आकर खड़ा कर दिया है। തുടർന്ന് അവിടുത്തെ മെനു കാർഡിൽ നോക്കിക്കൊണ്ട് അവർ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. And I also noticed that looking at the venue there, they began to order very luxurious things for me, very costly things for me. फिर ये हुआ कि उन्होंने मेन्यू कार्ड में से सबसे महंगी चीज़ों को ऑर्डर करने चालू कर दिया। ഞാനൊന്നും മിണ്ടിയില്ലെങ്കിൽ എൻ്റെ മുഖത്തെ ക്യൂരിയോസിറ്റി കണ്ട അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ഹോട്ടലിലെ ഒരു മെമ്പർഷിപ്പ് ഹോൾഡറാണ്, എനിക്ക് ഇവിടെ ഫ്രീ ആണ്. So this person, seeing the curiosity on my face, said that I have a membership in this hotel, hence all things or facilities in the hotel are free to me. तो मेरे चेहरे की जो क्यूरियोसिटी को देखकर उन्होंने बताया कि मेरा इस होटल में मेंबरशिप है, तो इसके लिए मेरे लिए सब कुछ फ्री है यहाँ पर। പക്ഷേ എൻ്റെ ഹൃദയം തേങ്ങുന്നത് എവിടെയാണ് നമ്മളുടെ പ്രാർത്ഥനാ യോഗം, എവിടെയാണ് ഞാൻ പ്രസംഗിക്കേണ്ടത്? പക്ഷേ ഇവരെന്നെ കൊണ്ട് കയറ്റിയത് ഒരു സ്റ്റാർ ഹോട്ടലിലേക്കാണ്. So my concern was the place where the prayer is to be conducted. Instead, these people have accommodated me in a very big hotel. मेरा मन इस विषय की तलाश में था कि जो प्रार्थना है, सभा है, वो कहाँ होगा, जहाँ मुझे प्रचार करना होगा, लेकिन ये लोगों ने तो मुझे इस बढ़िया होटल में ला दिया है। അവരുടെ മനസ്സിലെ ചിന്തയിൽ അതിന് ഇനിയും സമയമുണ്ടല്ലോ, സമയമാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. They thought that there is time enough, and at the right time let's go to the place where the prayer is to be conducted. जबकि उनके मन का विचार ऐसा है कि अभी समय बाकी है, तो सही समय पर हम वहाँ पहुँचा देंगे। പിന്നെ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവർ എന്നെയും കൊണ്ട് മറ്റൊരു ഹോട്ടലിലേക്ക്, ഏകദേശം ഇതേ തലത്തിലുള്ള മറ്റൊരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. അത് മീറ്റിംഗ് നടക്കുന്നതിൻ്റെ അടുക്കലായിരുന്നു. അവിടെയായിരുന്നു അവരെനിക്ക് അക്കോമഡേഷൻ തന്നത്. Then they took me from the first hotel to the next hotel. That was also a very luxurious hotel, and next to the hotel was the prayer was arranged. फिर उसके बाद उन्होंने मुझे उस होटल से दूसरे एक होटल में ले गए, जहाँ पर मुझे मेरा रहने का प्रबंध किया था, और उस होटल के करीब में प्रार्थना होने वाला था। പ്രിയ സഹോദരങ്ങൾ, ഈ സമയത്തൊക്കെ അവരെൻ്റെ കൂടെ ഉണ്ട്. My dear brethren, all these times these people were with me. प्रिय भाइयों, ये सारे समय में वे मेरे साथ में थे। ഹല്ലേലൂയ. ഞങ്ങൾ ഇതുവരെ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല. ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ എന്നെ റിസീവ് ചെയ്യായിരുന്നു. Though we have not reached the destination where we are supposed to reach, they were with me and they were helping me to reach there. जहाँ हमें पहुँचना है वहाँ हम पहुँचे नहीं हैं, इतने समय में वे मेरी सत्कार कर रहे थे। അവരെന്നെ വെൽക്കം ചെയ്യുകയായിരുന്നു ആ സമയം മുഴുവൻ. ഇതുവരെയും എത്തേണ്ട സ്ഥലത്ത് ഞാൻ എത്തിയിട്ടില്ല. Though I haven't reached the destination where I supposed to reach, these people were trying to welcoming me. जहाँ हमें पहुँचना है वहाँ हम पहुँचे नहीं हैं अभी तक, ये लोग अब तक तो मेरी स्वीकार और सत्कार ही कर रहे हैं। ഹല്ലേലൂയ. അതിനുശേഷം ഇതാ പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു. തുടർന്ന് അടുത്ത ദിവസം ഇതാ ഞങ്ങൾ ഒരുമിച്ച്, അവർ വന്നു, ഞങ്ങൾ ഒരുമിച്ച് ഇതാ ആ ഹോട്ടലിൽ നിന്ന് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയായി. Followed by that, on the next day they came, and along with them we departed from the hotel and we marched towards the place where the prayer was arranged. फिर हमने बहुत सारे विषयों के बारे में बातचीत की। फिर अगले दिन में जहाँ पर हमारा सभा होने वाला है, वहाँ पर उनके साथ मैं चला गया। ഈ സംഭവത്തിൽ രണ്ട് പ്രധാന ഈവൻറ്റുകളുണ്ട്. അതിലൊന്നാണ് അവർ എന്നെ എയർപോർട്ടിൽ റിസീവ് ചെയ്യുവാനായിട്ട് കടന്നു വന്നു. രണ്ടാമത്തേതാണ് ഞങ്ങൾ ഒരുമിച്ച് ആ റിസപ്ഷന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് മീറ്റിംഗ് സ്ഥലത്തേക്ക്, സംഭവം നടക്കേണ്ട സ്ഥലത്തേക്ക് കടന്നുപോയി.
In this event, there are two events. First is that these people came to receive me at the airport, and having received me, after a few days, they took me to the destination where I was supposed to reach. इस घटने में दो घटना हम देख सकते हैं। पहली वो है जब ये लोगों ने मुझे स्वीकार करने एयरपोर्ट में आए, और दूसरा वो है जब उन्होंने मुझे जहाँ पर कार्यक्रम हो रहा है वहाँ पर ले गए। ഹല്ലേലൂയ. ഇതുപോലെ രണ്ട് സംഭവങ്ങൾ, ഈവൻറ്റുകളാണ് യേശു ക്രിസ്തുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, നമ്മൾ കർത്താവിനെ എതിരേൽപ്പാൻ ഇവിടെ നിന്ന് മേഘങ്ങളിൽ എടുക്കപ്പെടും. മറ്റൊന്ന്, കർത്താവിനെ സ്വീകരിച്ച് കഴിഞ്ഞ് കർത്താവ് തീരുമാനിക്കുന്ന ആ സമയത്ത് നമ്മൾ കർത്താവിൻ്റെ അടുത്ത മീറ്റിംഗ് സ്ഥലമായ ഭൂമിയിലേക്ക് കർത്താവോട് ഒരുമിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വരും. Likewise, there are two events with regard to the coming of Lord Jesus Christ. Firstly, in order to receive Jesus Christ, we all will be caught up into the cloud, and then we receive Jesus, and along with Jesus, we are coming back to the earth, which is our destination. तो प्रभु यीशु मसीह के पुनरागमन के संबंध भी हम दो घटनाओं को समझ सकते हैं। पहली ये है कि हम प्रभु से मिलने के लिए या उसकी स्वीकार करने यहाँ से बादलों में ले लिए जाएंगे, उसके बाद में, और हम वहाँ पर ही रहेंगे। फिर उसके बाद में जब प्रभु ने निश्चय किया है उस समय में हम उसके साथ में इस धरती पर वापस आएंगे जहाँ पर प्रभु यीशु मसीह का सभा होगा या कार्यक्रम होगा। നാം യേശുക്രിസ്തുവിനെ എതിരേൽക്കുവാൻ വേണ്ടി ഇവിടെ നിന്ന് മേഘങ്ങൾ എടുക്കപ്പെടുന്ന ആ ഈവൻ്റ് യേശുക്രിസ്തു ബൈബിളിൽ കാണിച്ചിരിക്കുന്നത് കള്ളനെ പോലെ വരും എന്നുള്ള ഈവൻ്റാണ്. എന്നാൽ തുടർന്ന് യേശുക്രിസ്തുവുമായി നമ്മൾ ഭൂമിയിലേക്ക് വരുന്ന ആ ഈവൻ്റ് അത് എല്ലാവരും കാണുന്ന ഈവൻ്റായിട്ടാണ് ബൈബിൾ ചിത്രീകരിച്ചിരിക്കുന്നത്. Of the two events, in the first event where we are caught up into cloud to receive Jesus is signified as the coming of Jesus is like a thief, and secondly, having received Jesus, along with Jesus we are coming down to earth, which is signified as an event that is seen by all. तो जब हम यीशु मसीह को स्वीकार करने बादलों में ले लिए जाते हैं, उस घटने को चोर के आने के समान तुलना किया गया है। बाइबल में उसका ऐसे दर्शाया गया है, और यीशु मसीह के साथ हमारा इस धरती पर आना, उसे सबके देखे आना इस घटने के साथ के समान दर्शित किया गया है। ഒന്ന്, നാം യേശുവിനെ എതിരേൽക്കാൻ പോകുന്നു. അതാണ് കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് എൻ്റെ ഹൃദയത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത്. രണ്ട്, ആ യേശുവോട് ചേർന്ന്, ആയിരം വിശുദ്ധന്മാരോട് ചേർന്ന്, യേശുവോട് ചേർന്ന് ഇതാ നമ്മൾ ഭൂമിയിലേക്ക് വരുന്നു. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഗവൺമെൻറ് സ്ഥാപിക്കാൻ യേശു ക്രിസ്തുവിനോട് ചേർന്ന് കടന്നു വരുന്നു. അത് എല്ലാവരും കാണും, ഈവൻ ജാതികൾ വരെ കാണും ആ സംഭവം. So what is revealed to my heart is that the coming of Jesus, when Jesus comes, we all taken up into cloud to receive Jesus, is like that coming of Jesus is like the coming of a thief. And secondly, having received Jesus, along with Jesus we are coming to earth, where the kingdom of God is established. That's where actually all the people, even the Gentiles, will see that sight. यीशु मसीह को स्वीकार करने जो हम बादलों में ले लिए जाएंगे, उसका तुलना वो है चोर के नाई यीशु का आना। और जब यीशु के साथ हम इस वापस पृथ्वी पर आएंगे और यीशु मसीह अपनी प्रभुता का स्थापन करेगा, तो वो बात सभी लोग देखेंगे, सारी जातियां भी देखेंगे। ഹല്ലേലൂയ. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ, നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന ഈവൻ്റ്, ആ കള്ളനെ പോലെ വരൂ എന്ന് പറയുന്ന ആ ഈവൻ്റ്, അത് ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഇത് ആർക്കും അറിയത്തില്ല, എൻ്റെ പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനോ കൂടെ ആ സംഭവം എപ്പോഴാണെന്ന് അറിയത്തില്ല.
The event like the coming of Jesus, like the thief, is unknown to Jesus himself, and it is unknown to the angels of God as well. प्रभु के चोर के नाई आने के उस समय के बारे में प्रभु यीशु मसीह ने खुद कहा, इसके विषय में ये कब होगा इसके बारे में किसी को न मालूम, न मनुष्य के पुत्र को, न स्वर्गदूतों को, केवल स्वर्ग का पिता जानता है। ഹല്ലേലൂയ. അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുക. കാരണം പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇതൊന്നും മക്കൾ അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അറിയണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അത് വെളിപ്പെടുത്തി കൊടുക്കും. There are many things God the Father has kept in himself, and when he wills to reveal to his children, and that time it will be revealed. ऐसे अनेक बातें हैं जो पिता ने अपने अधिकार में रखे हुए हैं, वो पिता के अलावा और कोई नहीं जानता। जब वो चाहता है कि बच्चों को ये जानना चाहिए तब वो बताएगा। ആരുടെ ഒരു ഡൗട്ട് എനിക്ക് എഴുതി കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല എങ്കിലും എനിക്ക് മനസ്സിലായ അനുസരിച്ചിട്ട് ഞാൻ അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. അതായത് യേശുക്രിസ്തുവിന് എല്ലാം അറിയത്തില്ലേ, പിതാവിനെ അറിയുന്നത് പോലെ എല്ലാം യേശുവിനെ അറിയത്തില്ലേ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്കും അറിയത്തില്ല അത്. There is one more question, that all the things that God the Father knows is known to Jesus as well. So question is that doesn't Jesus also know the things that God knows? Answer is that likewise, as Jesus doesn't know, I too don't know. तो एक दूसरा सवाल है, वो ऐसा है, पूछा गया है कि क्या पिता परमेश्वर को जो कुछ बातें मालूम है क्या प्रभु यीशु मसीह को नहीं मालूम? तो असली में इस सवाल का उत्तर में मैं बताना चाहूँगा कि मैं भी नहीं जानता। ഹല്ലേലൂയ. കാരണം ഇതിന് നമ്മൾ ഡീപ്പായിട്ട് ഇനി തുറന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത് നമ്മുടെ സ്വർഗ്ഗപ്രവേശനമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് കൂടുതൽ തേജസ്സും ഗ്ലോറി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അതിൽ ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാത്ത കാര്യങ്ങൾ അറിഞ്ഞാൽ നല്ലത്, അത് അറിയുന്നതിന് വേണ്ടി തല്ലുപിടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. I like to dig deeper into the matters that are connected to my glory, profit, glory, my glory and the grace, and these things are not actually connected with the kingdom of God, so I don't dig deeper into things concerning that. तो ऐसे बातों के बारे में जो हमारे उद्धार से या हमारी महिमा और तेज को बढ़ाने में सहायता नहीं करती, मायने नहीं रखती, ऐसे बातों को मैं ज़्यादा खोदना नहीं चाहता हूँ। ഹല്ലേലൂയ. ചുരുക്കത്തിൽ ഞാൻ ഇത്രയും പറയാം. യേശുക്രിസ്തു പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എല്ലാം എനിക്ക് അറിയത്തില്ല, പിതാവ് കാണിച്ചു തരുന്നത് എനിക്ക് അറിയത്തുള്ളൂ. വീണ്ടും ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇതിലും വലിയത് എനിക്ക് കാണിച്ചു തരുമെന്ന്. In short, Jesus often has said that there are many things God the Father has revealed to me, but God the Father has also said to Jesus that there are greater things and that will be revealed to Jesus by God. प्रभु यीशु ने कई बार ऐसे कहा कि उन्होंने ऐसे बताया कि उन्हें सब कुछ नहीं मालूम, और एक बार ऐसे भी कहा कि क्योंकि पिता मुझसे प्यार करता है वह इससे बढ़कर मुझे बताएगा। അതിൽ തന്നെ നമുക്ക് അറിഞ്ഞുകൂടെ പിതാവിനെ അറിയാവുന്ന എല്ലാ കാര്യവും പുത്രനെ അറിയത്തില്ല എന്ന്? And there we understand that there are things that are unknown to Jesus which are known to God the Father. इससे हमें ये मालूम चलता है कि यीशु मसीह को ऐसे अनेक बातें हैं जो पिता को मालूम है लेकिन यीशु मसीह को नहीं मालूम। ഹല്ലേലൂയ. ഞാൻ ആ കാര്യം വിടട്ടെ. ആ ക്വസ്റ്റ്യൻ ചോദിച്ച വ്യക്തി ഇനിയും കൂടുതലായിട്ട് അറിയണമെങ്കിൽ വ്യക്തിപരമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എനിക്ക് ദൈവം തന്ന കൃപയ്ക്കൊത്തോണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ മെയിൻ ക്വസ്റ്റ്യനിലേക്ക് കടന്നു വരട്ടെ. ഇതാ കള്ളനെ പോലെ വരുന്നതും അപ്പോൾ തന്നെ ആരും അറിയാതെ വരുന്നതും എന്നാൽ എല്ലാവരും കാണിക്കെ വരുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. So we are trying to understand the difference between the coming of Jesus like thief and the coming of Jesus that seen by all. पहले सवाल में वापस जाना चाहते हैं कि यीशु मसीह का आना चोर के नाई और सबके देखते आना, इसके बीच में का अंतर या उसका मतलब हम समझना चाहते हैं. ഹല്ലേലൂയ.
ദാ കളനെ പോലെ വരൂ എന്നുള്ള അതുമായിട്ടുള്ള ബന്ധത്തിൽ ഇതാ 2 വാക്യങ്ങൾ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. ഈ 2 വാക്യത്തിലും യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന് എല്ലാവരും കാണിക്കുക കിങ്ഡം സ്ഥാപിക്കുകയല്ല, പകരം ഈ 2 വാക്യത്തിലും നമ്മൾ യേശുവിനെ എതിരേൽക്കുവാനായിട്ട് ഇതാ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുകയാണ്. So I'm going to show 2 words on the basis of the coming of Lord Jesus like a thief, where we can see that the coming of Jesus is not going to be seen by all, rather we all will be taken in clouds to receive Jesus. मैं अभी 2 पवित्र कलाम से 2 वचनों को बताना चाहता हूँ, जिससे हमें ये समझ आता है कि यीशु मसीह को स्वीकार करने हम यहाँ से ले लिए जाएंगे. यीशु यहाँ पर आएगा नहीं, ऐसे नहीं है वो उस वचनों में. വിശുദ്ധ പൗലോസ് സഭയെ ആശ്വസിപ്പിക്കുന്ന ഒരു വേടുണ്ട്. ഈ വചനങ്ങളെ കൊണ്ട് പരസ്പരം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. കാരണം സഭ ആ സമയത്ത് പല പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സമയമാണ് ആയിരിക്കും. Saint Paul tried to console the church regarding this issue, that there will be a time where the church will be going through a problem. प्रेरित पौलुस ने उस वचन बताकर चाहा कि कलीसिया को सांत्वना दे और कहा कि इन वचनों से एक दूसरे को तुम सांत्वना दो, क्योंकि उस समय में कलीसिया बड़ी पीड़ा से जाएगी. 1 Thessalonians chapter 4 verse 18 ഇങ്ങനെയാണ് പറയുന്നത്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. 1 Thessalonians chapter 4 verse 18 says, wherefore comfort one another with these words. पहला थिस्सलुनीकी 4:18 में लिखा है, इस प्रकार इन बातों से एक दूसरे को शांति दिया करो. എപ്പോഴാണ് നമുക്ക് ആശ്വാസം വേണ്ടത്? പാർക്കിലിരുന്ന് കാറ്റ് കൊള്ളുമ്പോഴാണോ, ക്രിക്കറ്റ് കളി കാണുമ്പോഴാണോ? എപ്പോഴാണ് ആശ്വാസം വേണ്ടത്? അല്ല, നമ്മളൊരു പ്രയാസത്തിലൂടെ കടക്കുമ്പോഴാണോ? So when do we need comfort? Where we are in a park or playing cricket? No, it is not that moment that we need to be comforted, but when we go through a problem that we need to be comforted. हमें सांत्वना की ज़रूरत कब होती है? क्या जब हम कभी कहीं मैदान में बैठे हुए हैं, क्रिकेट का गेम देख रहे हैं, खेल देख रहे हैं, तब, या जब हम किसी संकट से जाते हुए तब? സഭയെ ആശ്വസിപ്പിക്കുന്ന രംഗത്തിൽ ഇങ്ങനെ ഈ വചനം കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ എന്ന് പറയുമ്പോൾ, കൺക്ലൂഡ് ചെയ്യുമ്പോൾ, അതിനു മുമ്പ് പറഞ്ഞ 2 വചനങ്ങളാണ് ഈ 1 Thessalonians 4:16-17 വചനങ്ങൾ. 1 Thessalonians chapter 4, 16 and 17 are 2 words which Saint Paul says before concluding that chapter by advising the people to be comforted. तो जो 18 में लिखा है, इन बातों से एक दूसरे को शांति दो, तो उन बातों के बारे में वो अध्याय में 16 और 17 में लिखा हुआ है. ഞാനത് വായിക്കാം. 16-17 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ, ഒന്നുകൂടി പറയാം, കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവോട് കൂടെ ഇരിക്കും. For the Lord himself shall descend from heaven with a shout, with the voice of the archangel, and with the trump of God, and the dead in Christ shall rise first. Then we that are alive, that are left, shall together with them be caught up in the clouds to meet the Lord in the air, and so shall we ever be with the Lord. इस प्रकार लिखा है 16 और 17 में, क्योंकि प्रभु आप ही स्वर्ग से उतरेगा, उस समय ललकार और प्रधान दूत का शब्द सुनाई देगा, और परमेश्वर की तुरी फूकी जाएगी, और जो मसीह में मरे हैं वे पहले जी उठेंगे. तब हम जो जीवित और बचे रहेंगे उनके साथ बादलों पर उठा लिए जाएंगे कि हवा में प्रभु से मिले, और इसी रीति से हम सदा प्रभु के साथ रहेंगे. To meet the Lord in the air. കർത്താവിനെ എതിരേൽപ്പാൻ നാം മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിനെ എതിരേൽക്കുകയാണ്, നാം അങ്ങോട്ടേക്ക് പോവുകയാണ് ആദ്യം. Firstly, we are going to receive Jesus. That's why it's mentioned as
we will be caught up in the air to meet the Lord. वहाँ लिखा है कि हम प्रभु को हवा में मिले, प्रभु से मिले, इसके लिए हम उठा लिए जाएंगे बादलों में. ഹല്ലേലൂയ. കർത്താവിന് എതിരേൽപ്പാൻ നാം അങ്ങോട്ടേക്ക് പോകുന്നു. ഇവിടെ കർത്താവ് ഭൂമിയിലേക്ക് വരുന്നല്ല പറയുന്നത്, നാം കർത്താവിന് എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. We'll be caught up in the air to receive Jesus. प्रभु से मिलने के लिए हम उठा लिए जाएंगे बादलों में. ഹല്ലേലൂയ. हालेलुया. ഇനി ചില വചനങ്ങൾ ഇനി കയറി വരാൻ പോവുകയാണ്. ആ വചനങ്ങളിൽ നാം അങ്ങോട്ടേക്ക് പോവുകയല്ല, പകരം അങ്ങോട്ടേക്ക് പോയവരെയും ചേർത്ത് കർത്താവ് ഭൂമിയിൽ വന്ന് കാലുകുത്തുകയാണ്. We are also going to see some other words where it is not where we are going to receive Jesus, but after receiving Jesus, Jesus along with other people are coming to the earth. और हम अभी ऐसे कुछ वचनों को पढ़ेंगे जिससे ये मालूम होता है कि हम उठा नहीं लिए जाएंगे, लेकिन प्रभु इस पृथ्वी पर पैर रखेगा तो हम उसके साथ में आएंगे. ഹല്ലേലൂയ. ഈ വരവാണ് കള്ളനെ പോലെ വരും എന്ന് പറയുന്നത്. നാം ഏത് സമയം ഒരുങ്ങിയിരിക്കണം. So this coming is mentioned in the Bible as the coming of Lord Jesus is like a thief. As we are not aware of the time, we should be well prepared to meet Jesus. तो इस आगमन के बारे में लिखा है, चोर की नाई होगी, जिसके लिए हमें हर समय में तैयारी में होनी है. എന്നാൽ ഈ സമയം ആത്മാവിൻ്റെ നിയമത്തിൽ ചരിക്കുന്ന വ്യക്തികൾക്ക് ഇത് കള്ളനെ പോലെ പിടിക്കുന്ന ദോഷമല്ല. അവർ ആ ദൈവപുത്രൻ്റെ ഡേ ആൻഡ് ഹവർ അറിയുകയില്ല. പക്ഷേ ഇതാ ആ വരവ് സമീപമായിരിക്കുമ്പോൾ അവർക്ക് വ്യക്തമായൊരു ബോധം അകത്തുണ്ടാകൂ, ഞങ്ങളുടെ കർത്താവ് ഏത് സമയം വേണമെങ്കിലും വരാം. കാരണം അവർ വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അവരെ ആ ദിവസം കള്ളനെ പോലെ പിടിക്കുകയില്ല. But unlike those who are led by the flesh, those who are led by the Spirit, they don't feel this time as that coming of Lord Jesus as thief. As they walk in light, it will be revealed to them that they will be well prepared, and for them the coming of Lord Jesus is not like a thief. जो आत्मा के अनुसार चलते हैं वे लोगों को वो दिन और घड़ी नहीं मालूम होते हुए भी वो दिन जैसे निकट आता है, उन्हें मालूम पड़ेगा अपनी आत्मा में कि मेरे प्रभु का दिन आया है, आने वाला है, करीब है. इसके लिए उन पर वो दिन चोर की नाई आकर नहीं पड़ेगा. ഇതേപോലെ തന്നെ നമ്മൾ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് പോകുന്ന മറ്റൊരു വചനമാണ് 2 Thessalonians chapter 2:1-3. 2 Thessalonians chapter 2:3, when we read 2 verse 1-3. chapter 2 verse 1-3, when we read we understand. There is also mentioned as we are prepared to go to meet Jesus in the air. इसी प्रकार हमारा प्रभु से मिलने के लिए जाने का हमें बताने वाला एक दूसरा वचन है, 2 തെസ്സലോനിക്കി 2 उसका 1 से लेकर 3 आयत. അതിൽ ആദ്യത്തെ ഭാഗം മാത്രം വായിക്കുമ്പോൾ തന്നെ കാര്യം നമുക്ക് പിടുത്തം കിട്ടും. അവർ എഴുതിയിരിക്കുകയാണ്, ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും, യേശു പ്രത്യക്ഷപ്പെടാൻ പോകുന്നു, അവൻ്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. യേശു പ്രത്യക്ഷപ്പെടുന്നു, നമ്മൾ അവൻ്റെ അടുക്കിലേക്ക് കയറി പോകുന്നു, അത് സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. Now we beseech you, brethren, touching the coming of our Lord Jesus Christ and our gathering together unto him. पहले आयत में से ही हमें समझ आता है, वहाँ जहाँ लिखा है, हे भाइयों, अब हम आप अपने प्रभु यीशु मसीह के आने और उसके पास अपने इकट्ठे होने के विषय में तुमसे विनती करते हैं. ഈ രണ്ട് വചനങ്ങളിലും നമ്മൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോവുകയാണ്. ഇതാണ് ഈ സ്പിരിറ്റാണ് കള്ളനെ പോലെ വരും എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഒരുങ്ങി ഇരിക്കുക. ഇനി വായിക്കാൻ പോകുന്ന വചനങ്ങൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതല്ല, പകരം യേശുവോട് ചേർന്ന് നമ്മൾ ഭൂമിയിലേക്ക് വരികയാണ്. എന്തിനാണെന്നറിയാമോ?
യഹോവയ ദൈവത്തിൻ്റെ ഗവൺമെൻറ് ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. അതിൻ്റെ ഭരണാധികാരി ക്രിസ്തു ആയിരിക്കും. ക്രിസ്തുവോട് ചേർന്ന് ജയം പ്രാപിക്കുന്ന ദൈവപുത്രന്മാരായ നമ്മൾ ഓരോരുത്തരുമായിരിക്കും. Through these two words, we are prepared to go and receive Jesus. But the next two words are not so. There, after receiving Jesus, Jesus is coming here on the earth and establish the kingdom of God. And that's what mentioned in the words that we are going to read. ये दो वचनों जो हमने अभी पढ़ा उसमें से हमें ये मालूम हुआ कि हम यीशु से मिलने के लिए उसके पास ले लिए जाएंगे. लेकिन अभी हम कुछ वचन पढ़ने वाले हैं जिसमें से हमें ये मालूम होता है कि हम यीशु के साथ में इस धरती पर आएंगे. किस लिए? यहोवा परमेश्वर का जो राज्य है, शासन है, वो स्थापन करने के लिए, और यीशु मसीह के साथ हम उसके साथ शासन करेंगे. ഹല്ലേലൂയ. हालेलुया. ഇതാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29 മുതൽ. പ്രിയ മകളെ, ആ മകളെ മാത്രമല്ല ധാരാളം പേരെ അത് കൺഫ്യൂസ് ചെയ്യിച്ചിട്ടുണ്ട്. ഈ ഒരു വചനം ഇതാണ് യേശു ക്രിസ്തു ഗവൺമെൻറ് സ്ഥാപിക്കാൻ തക്കവണ്ണം ഭൂമിയിലേക്ക് കടന്നു വരുന്ന വചനം. Matthew chapter 24-29, there we see having received Jesus, Jesus is coming along with us to establish his kingdom on the earth. तो ये वचन हम मत्ती 24 अध्याय में पढ़ते हैं. इस बेटी को इसी के बारे में कन्फ्यूजन हुआ था, संदेह हुआ था, और कई लोगों को भी होता है. അതിൻ്റെ 24-29 മുതൽ എഴുതിയിരിക്കുകയാണ്. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്തു വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. ഇത് കാണുന്ന വരവാണ്. ഇത് ട്രിബുലേഷൻ പീരീഡിൻ്റെ അവസാനം സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ. But immediately after the tribulation of those days, the sun shall be darkened, and the moon shall not give her light, and the stars shall fall from heaven, and the powers of the heavens shall be shaken. And then shall appear the sign of the Son of Man in heaven, and then shall all the tribes of the earth mourn, and they shall see the Son of Man coming on clouds of heaven with the power and great glory. तो मत्ती 24 के 29 में इस तरह लिखा है, उन दिनों के क्लेश के तुरंत बाद सूर्य अंधियारा हो जाएगा और चंद्रमा का प्रकाश जाता रहेगा और तारे आकाश से गिर पड़ेंगे और आकाश की शक्तियाँ हिलाई जाएगी. तब मनुष्य का पुत्र का चिन्ह आकाश में दिखाई देगा और तब पृथ्वी के सब कुलों के लोग छाती पीटेंगे और मनुष्य के पुत्र को बड़े सामर्थ्य और ऐश्वर्य के साथ आकाश के बादलों पर आते देखेंगे. ये सबके सामने होने वाला आगमन है और उस पीड़ा के समय के अंत में होने वाली बात है. ഹല്ലേലൂയ. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം വായിക്കുമ്പോൾ ഈ ഗവൺമെൻറ് സ്ഥാപിക്കുവാനായിട്ട്, യഹോവയാം ദൈവത്തിൻ്റെ ഗവൺമെൻറ് സ്ഥാപിക്കുവാനായിട്ട് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന ഒരു രംഗം അവിടെ കാണുവാനായിട്ട് കഴിയും. ഇത് യേശുവിനെ എതിരേൽക്കുവാൻ പോയ നമ്മളോട് ചേർന്ന്, വിശുദ്ധന്മാരോട് ചേർന്ന് ഈ ഭൂമിയിൽ വന്ന് കാല് സ്പർശിക്കും. നമ്മളിവിടുന്ന് അങ്ങോട്ട് എടുക്കുകയല്ല, ഈ ഭൂമിയിൽ വന്ന് കാല് സ്പർശിക്കുമ്പോൾ അന്ന് ഇതാ ഒലിവ് മല രണ്ടായി, അവൻ്റെ കാൽ ഇതാ ഒലിവ് മലയിൽ സ്പർശിക്കും, ഒലിവ് മല രണ്ടായി പിളർന്നു പോകും. In Zechariah chapter 14, we can see the coming of Jesus. Having received Jesus, Jesus is coming with his saints and establish his kingdom here, and his feet touches on the Mount of Olives, and that olive mount will be split into two. जकरिया 14 में हम इस बात एक घटना को पढ़ते हैं जहाँ प्रभु यीशु मसीह सबके देखते आता है और जैसे ही यीशु मसीह का पाँव जैतून का पहाड़ पर्वत पर छूता है, वो पर्वत दो भाग में फट जाती है. ഇവിടെ ഈ പ്രവചനം ഇനി നിവർത്തീകരിക്കപ്പെടാനുള്ളതാണ്. അവർ എഴുതിയിരിക്കുകയാണ്, ജെറുസലേം സകല ജാതികളാലും വളയപ്പെടും. ആ സമയത്ത് യഹോവ യുദ്ധവീരനെ പോലെ പൊരുതുകയും ഇതാ ഈ ഭൂമിയിലേക്ക് ദൈവത്തിൻ്റെ ഗവൺമെൻറ് ക്രിസ്തു യേശുവിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കുവാൻ കടന്നു വരികയും ചെയ്യുമെന്നുള്ളത്. Jerusalem shall be surrounded by his enemies,
And there the kingdom of God shall be established is a revelation, is a prophecy that was prophesied earlier. ये एक भविष्यवाणी है जहाँ पर जिसके अनुसार यरूशलेम अपनी शत्रुओं के द्वारा घेरी जाएगी और प्रभु परमेश्वर खुद ही आकर उनके लिए एक शूरवीर के समान लड़ाई करेगा, ऐसे यहाँ लिखा गया है. അവിടെ എഴുതിയിരിക്കുന്ന 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള ഉപായിപ്പാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടും, വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. Behold, a day of Jehovah cometh, when thy spoil shall be divided in the midst of thee. For I will gather all nations against Jerusalem to battle, and the city shall be taken, and the houses rifled, and the women ravished, and half of the city shall go forth into captivity, and the residue of the people shall not be cut off from the city. जकरिया 14 उसमें 1 से लेकर हम पढ़ते हैं. सुनो, यहोवा का यह ऐसा दिन आने वाला है जिसमें तेरा धन लूटकर तेरे बीच में बांट लिया जाएगा, क्योंकि मैं सब जातियों को यरूशलेम से लड़ने के लिए इकट्ठा करूँगा और वह नगर को ले लिया जाएगा और घर लूटे जाएंगे और स्त्रियाँ भ्रष्ट की जाएंगी. नगर के आधे लोग बंधुआई में जाएंगे, परंतु प्रजा के शेष लोग नगर में ही रहने पाएंगे. അതിന് 3-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധദിവസത്തിൽ പൊരുതും പോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറ് നടുവേ പിളർന്നു പോകും, ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. അന്നാളിൽ അവൻ്റെ കാൽ ഒലിവ് മലയിൽ ചവിട്ടും. ഹല്ലേലൂയ. യേശു ക്രിസ്തു യഹോവയാം ദൈവത്തിൻ്റെ ഭരണാധികാരി ഇതാ ഭൂമിയിൽ ചവിട്ടുകയായി, ഒലിവ് മല രണ്ടായി പിളർന്നു പോവുകയായി. Then shall Jehovah go forth and fight against those nations as when he fought in the day of the battle, and his feet shall stand in that day upon the Mount of Olives, which is before Jerusalem on the east, and the Mount of Olives shall be cleft in the midst thereof toward the east and toward the west. 3 और 4 में इस प्रकार लिखा है, तब यहोवा निकल कर उन जातियों से ऐसा लड़ेगा जैसा वह संग्राम के दिन में लड़ा था. उस दिन वह जैतून के पर्वत पर पाँव रखेगा जो पूर्व की ओर यरूशलेम के सामने है. तब जैतून का पर्वत पूर्व से लेकर पश्चिम तक बीचों बीच फटकर बहुत ही बड़ा खड्डा हो जाएगा. तो प्रभु यहोवा का शासक प्रभु यीशु मसीह के पैर उस पर्वत पर छूते ही वो फट जाता है. ആരാണ് യഹോവയുടെ രാജാവ്? ആരാണ് യഹോവയുടെ ഭരണാധികാരി? Who is the king of Jehovah? यहोवा परमेश्वर का शासक कौन है? യഹോവയുടെ ഭുജമാരാണ്? ജീസസ് ക്രൈസ്റ്റ്, ഹിസ് സൺ. Who is the hand of Jehovah? His son Jesus Christ is the hand of Jehovah. यहोवा परमेश्वर का भुजा कौन है? उसका पुत्र यीशु मसीह. ഹല്ലേലൂയ. ഇതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:3 പറയുന്നത്. യഹോവയ്ക്ക് കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നു, യഹോവയ്ക്ക് വഴിയൊരുക്കുവേൻ. യഹോവയ്ക്ക് വഴിയൊരുക്കുവേൻ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് പറയുകയാണ്, അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരിക്കും. Isaiah 43 says, prepare a way for Jehovah, and his hand shall rule the world. इसी के बारे में हम पढ़ते हैं यशायाह 40 में जहाँ लिखा है कि तुम मार्ग को सीधा करो, क्योंकि यहोवा का भुजा वो न्याय करेगा. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ കടന്നു വരുന്നത് വളരെ വ്യക്തതയോടെ എന്തിനാണ് ഈ വരവ് മുഴുവൻ വരുന്നത്? ഈ വരവ് മുഴുവൻ വരുന്നത് ദൈവം ഇതാ ഈ ഭൂമിയിൽ ഭരണം നടത്താനാണ്. അതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് ആ വാക്യം കാണാം. ഇതാ അതിൻ്റെ 40-10 വാക്യം, ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. Isaiah 40 verse 10 says, behold, the Lord Jehovah will come as a mighty one, and his arm will rule for him.
behold, his reward is with him and his recompense before him. यशायाह 40 के 10 में इस प्रकार लिखा है, देखो प्रभु यहोवा सामर्थ्य दिखाता हुआ आ रहा है, वह अपने भुजबल से प्रभुता करेगा। ഹല്ലേലൂയ. ഇതാണ് സങ്കീർത്തനം 2-ാം അധ്യായത്തിൽ പറയുന്നത്. യഹോവ പറയാണ്, ഞാൻ എൻ്റെ രാജാവിനെ സിയോനിൽ വാഴിച്ചിരിക്കുന്നു. ആരാണ്? തൻ്റെ അഭിഷിക്തനായ മിശിഹ. അതുകൊണ്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കാൻ പുത്രനെ ചുംബിക്കുക. Psalm chapter 2 says that I have enthroned my hand and therefore you adore him. इसलिए ही भजन संहिता 2 में इस प्रकार लिखा है, मैंने अपने अभिषिक्त को मेरे सिंहासन पर उसे शासन के लिए बिठाया है, इसलिए ही तुम पुत्र का चुंबन करो ताकि तुम मार्ग में नाश न हो। Psalms chapter 2 verse 6. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ, ഈ രാജാവാണ് യഹോവയുടെ ഭുജം, ക്രൈസ്റ്റ്. ഹി ഈസ് ദ കിങ് ആൻഡ് കിങ് ഓഫ് കിങ്. Psalm chapter 2 verse 6 is that I have set my king upon my holy hill of Zion and his king is Jesus Christ. तो भजन संहिता 2 उसके 6 में लिखा है, मैंने अपने राजा को सियों की राजगद्दी पर बिठा चुका हूँ और वो राजा उसका पुत्र प्रभु यीशु है। ഹല്ലേലൂയ. ആ യേശു ക്രിസ്തുവിനെ എതിരേൽപ്പാൻ നമ്മൾ ഇവിടുന്ന് പോകുന്നു. തുടർന്ന് വിശുദ്ധന്മാരായ നമ്മളോട് ചേർന്ന് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുന്നു. ഒലിവ് മലയിൽ കാല് ചവിട്ടുന്നു. ഒലിവ് മല 2ആയി പിളർന്നു പോകുന്നു. And we are going to receive this Jesus who is the King of Jehovah, and receiving Jesus we are coming to earth and there he establishes his kingdom and he touches on the top of Mount Olives and the Mount Olive will be cleft. तो यहोवा परमेश्वर के शासक राजा यीशु से मिलने के लिए, उसे स्वीकार करने के लिए हम जाते हैं और हमको लेकर जो उसके पवित्र ग्रहण है यीशु मसीह शासन के लिए आता है और जैसे ही उसका पाँव जैतून के पर्वत को छूता है वो पर्वत 2 में विभाजित हो जाता है। ഇതാണ് വിശുദ്ധ ബൈബിളിലെ യൂദയുടെ ലേഖനത്തിലെ ബൈബിളിൽ രേഖപ്പെടുത്താത്ത, ബൈബിളിലെ കാനോനികമായി സെലക്ട് ചെയ്യാത്ത ഒരു പുസ്തകം ദൈവാത്മാവ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഹാനോക്കിൻ്റെ പുസ്തകം. ഇവിടെ എഴുതിയിരിക്കുന്നൊരു കാര്യമാണ്, ഹാനോക്ക് പ്രവചിച്ചു പറഞ്ഞിരിക്കുകയാണ്. അത് ഹാനോക്കിൻ്റെ പുസ്തകത്തിലെ കോട്ടിംഗ് ആണ്. ബൈബിളിൽ അത് കാനോനികമായിട്ട് അവർ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ വിശുദ്ധ ദൈവത്തിൻ്റെ ആത്മാവ് അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ന് ഹാനോക്ക് പ്രവചിച്ചിരിക്കുകയാണ്, ഇതാ കർത്താവ് 1000 വിശുദ്ധന്മാരോട് കൂടെ ഇതാ ഭക്തി കേട്ടവരെ വിധിക്കാൻ ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. And Enoch prophesies that Jesus is coming along with thousands of his saints to rule over people who don't have piety. ये यहूदा की पत्री में हम एक बात को देखते हैं जो बाइबल में जो हानोक की नबूवत है, जो बाइबल के पुस्तकों में नहीं है, लेकिन वहाँ इस प्रकार लिखा है कि देखो प्रभु आता है अपने पवित्रों के साथ भक्तिहीनों का न्याय करने के लिए। ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അതിൻ്റെ 14-ാം വാക്യം മുതൽ, ആദം മുതൽ 7-ാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നു. എന്താണ് ആ പ്രവചിച്ചിരിക്കുന്നത്? Jude chapter 1 verse 14 says, and to these also Enoch, the servant from Adam, the 7th from Adam, prophesied. And what is prophesied there? यहूदा की पत्री 1 उसके 14 में इस तरह लिखा है, हानोक ने भी जो आदम से 7वीं पीढ़ी में था इनके विषय में ये भविष्यवाणी की। क्या भविष्यवाणी की? അതിൻ്റെ അടുത്ത വാക്യം 15-ാം വാക്യം പറയുന്നു, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾക്ക് നേരെ പറഞ്ഞ സകല നിഷ്ഠൂരവും നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും, ശ്രദ്ധിച്ച് കേൾക്കുക, 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. It is prophesied so there, behold, the Lord came with 10,000s of his holy ones to execute judgment upon all and to convict all the ungodly of all their works of ungodliness which they have ungodly wrought, and of all the hard things which ungodly sinners have spoken against him. लिखा है, देखो प्रभु अपने लाखों पवित्रों के साथ आया,
कि सबका न्याय करें और सब भक्तिहीनों को उनकी अभक्ति के साथ कामों के विषय में जो उन्होंने भक्तिहीन होकर किए हैं और उन सब कठोर बातों के विषय में जो भक्तिहीन पापियों ने उसके विरोध में कही थी दोषी ठहराए। ഈ വരവ് വിധിക്കാനാണ്, ഭരണം നടത്താനാണ്, ഗവൺമെന്റ് സ്ഥാപിക്കാനാണ് ഈ വരവ് വരുന്നത്. ഇത് എല്ലാവരും കാണും. ഇതാ ഈ ലോകത്തിലുള്ള സകലരും കാണും. അവരെ എല്ലാം വിധിക്കുകയും ചെയ്യും അവർ ചെയ്തതിനനുസരിച്ച്. And this coming is to judge according to the way people have done, and this coming is to establish his kingdom, and this coming shall be seen by all. यीशु मसीह का ये आगमन इसीलिए है कि न्याय किए जाए, सब ने अपनों ने किए हुए कामों के बराबर बदला दिया जाएगा. അപ്പോൾ രണ്ട് ഇവന്റ് നമ്മൾ കണ്ടു. ഒന്ന്, വിശുദ്ധന്മാർ ക്വാളിഫൈ ചെയ്യപ്പെട്ടവർ യേശുവിനെ എതിരേൽക്കാൻ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആകാശത്തിലേക്ക് മേഘങ്ങളിൽ താഴേക്ക് വരുന്നില്ല, എടുക്കപ്പെടും. അതാണ് കള്ളനെ പോലെ വരുന്ന ആ ഒരു സംഭവം. പക്ഷെ ആ നാൾ കള്ളനെ പോലെ നമ്മളെ പിടിക്കുവാൻ കഴിവില്ല. നിങ്ങൾ വെളിച്ചത്തിലാണ് വസിക്കുന്നതെങ്കിൽ. അടുത്തത്, ഈ വിശുദ്ധന്മാരും യേശുവും ചേർന്ന് ഈ ഭൂമിയിലെ യഹോവയാം ദൈവത്തിന്റെ ഗവൺമെന്റ് സെറ്റപ്പ് ചെയ്യുവാൻ, ന്യായവിധി നടത്തുവാൻ ഈ ഭൂമിയിലേക്ക് ആയിരം വിശുദ്ധന്മാരോട് ചേർന്ന് വരുന്നു. ഈ വരവ് എല്ലാവരും കാണും. In the first event, we the saints will be caught up in the air to receive Jesus. And along with the 10,000s of saints, Jesus will come here and to establish his kingdom, and that coming will be seen by all. हमने दो घटनों के बारे में सुना. पहले घटने में हम प्रभु यीशु मसीह के साथ उसके पास में ले लिए जाएंगे. यीशु यहाँ आना वैसे नहीं है, वो है चोर के नाई आना. और दूसरी घटना में यह होता है कि प्रभु यीशु अपने लाखों पवित्रों के साथ इस धरती पर आएगा. किस लिए आएगा? अपने राज्य का स्थापन करने के लिए. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുന്നു ഈ ഇവന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായി ചിന്തിക്കുന്നു. ഒന്ന്, നമ്മൾ ഇവിടുന്ന് എടുക്കപ്പെടുന്നു. രണ്ട്, വിശുദ്ധന്മാരോട് ചേർന്ന് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് ഇതാ യഹോവയാം ദൈവത്തിന്റെ ഭരണം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നു. ക്രിസ്തുവാണ് അതിനെ ലീഡ് ചെയ്യുന്നത്. ക്രിസ്തുവോട് ചേർന്ന് ജയിക്കുന്ന നമുക്കും അതിലേക്ക് ചേരുവാനായിട്ട് കഴിയും. And firstly, we will be caught up in the air to meet Jesus. And then having met Jesus, we come along with Jesus, where Jesus come here and he established his kingdom. Those are the two events. तो पहले जब हम मसीह के पास ले लिए जाएंगे, जब बादलों में ले लिए जाएंगे, उसके बाद में प्रभु मसीह इस धरती पर आएगा यहोवा परमेश्वर का राज्य स्थापन करने, और उस राज्य का अगुवा प्रभु यीशु रहेगा और यीशु मसीह के साथ हम भी शासन करने पाएंगे. ഇതിന്റെ ബ്ലൂ പ്രിന്റ് കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ കാലങ്ങളെയും സമയങ്ങളെയും ഒക്കെ നമുക്ക് ആ സമയം വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെ ഏത് രൂപത്തിൽ നിന്ന് അറിയിക്കും. അതുകൊണ്ട് നാളെ എനിക്ക് വാട്സപ്പ് ഇടരുത്, സമയം എപ്പോഴാണെന്ന് ചോദിച്ചുകൊണ്ട്. The blueprint of this has been given already in the word, but the time and the season of coming of Lord Jesus is unknown to all. So please don't text me or WhatsApp me regarding this. तो प्रभु मसीह ने हमें मुहावरा में बता दिया है कि कब होने वाला है और क्या होने वाला है, लेकिन वो ठीक समय या घड़ी हम कोई भी नहीं जानता है. इसलिए कृपया आप हमको ये सवाल ना करें. എന്നോട് നിരന്തരം ഇങ്ങനെ സമയവും നമ്പറും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ജനറലായിട്ടൊരു ഉത്തരം പറയട്ടെ. ഇത് സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഇതാ നമ്മൾ ദൂരെ നിന്നു, നിങ്ങളൊരു പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഉയരത്തിൽ നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയാവുന്നത് മേഘങ്ങൾ മാത്രമേ ഉള്ളൂ. So those people who ask me always the time and the date and the number, I have generally only one answer. When you see, when you look at an airplane that goes far away, that goes on top of the sky, when you look at it, you can't see it, you can see only the sky. जो लोग निरंतर हमसे संख्याओं और दिनांक के बारे में सवाल करते हैं, उनसे हम ये बताना चाहते हैं कि जब हम हवाई जहाज़ से बड़ी ऊंचाई से जब हम जा रहे हैं और नीचे की ओर देखते तो हम सिर्फ बादलों को देख सकते हैं. ഭൂമി കാണുവാൻ കഴിയുകയില്ല. എന്നാൽ പ്ലെയിൻ അല്പം താഴ്ന്ന് ആ മേഘത്തിൻ്റെ ലെവൽ ആയി കഴിയുമ്പോൾ നമ്മൾ മേഘത്തിൻ്റെ ഇടയിലൂടെ നോക്കുമ്പോൾ നമുക്ക് ഭൂമി കുറേശ്ശെയായി കാണുവാൻ കഴിയും. Yeah, when we are sitting in the airplane and look at the earth, we can see the earth. But when the flight is lowered a bit, we will begin to see the earth.
बहुत बड़ी ऊंचाई से जब हम जाते हैं तो नीचे धरती में हम कुछ नहीं देख पाते हैं, सिर्फ बादलों को। लेकिन उस बादलों के स्तर में जब हवाई जहाज आएगा या उससे नीचे, तो हम थोड़ा थोड़ा पृथ्वी को देख सकेंगे। ഹല്ലേലൂയ. എന്നാൽ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്കുണ്ട്, കാണാം സംഭവം മുഴുവൻ. ഇതാ, നിങ്ങൾ ഒരു എയ്റോപ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ താഴേക്ക് നോക്കിയാൽ നിങ്ങൾ കാണുന്ന കാഴ്ച മേഘങ്ങൾ മാത്രമായിരിക്കും. So when you travel on an airplane and try to look below, you can see only clouds, you can't see the earth. तो हवाई जहाज से जब हम बहुत बड़ी ऊंचाई से जब जाते होते हैं तो हम नीचे देखेंगे तो सिर्फ बादलों को देखेंगे. ഇതേപോലെയാണ് ദൈവവചനത്തിൻ്റെ കാര്യം. ദൂരെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇതാ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. എക്സാമ്പിൾ, എൻ്റെ ബ്രദറായ ദാനിയേൽ പണ്ടിവിടെ ജീവിച്ചു പോയപ്പോൾ കുറേ ദർശനങ്ങൾ ദൈവം ദാനിയേലിന് കൊടുത്തു. ദാനിയേൽ ദൈവത്തോട് ചോദിച്ചു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒന്ന് പറഞ്ഞു തരുമോ? ദൈവം പറഞ്ഞു, ഇത് അന്ത്യകാലത്തേക്കുള്ളതാണ്, അത് അടച്ചു വെച്ചിട്ട് പൊക്കോ. So my friend Daniel was given a lot of visions by God, and when he asked the meaning of these visions, God said that it is not for now, it is for the end time. कई बातें ऐसी है हमारी समझ में अब के समय में नहीं आएगा. जिस तरह से दानियल जो हमारा भाई है, कई साल पहले उन्हें बहुत सारे दर्शन मिली थी, तब उसका अर्थ जब मांगा तो प्रभु ने कहा ये अंत के समय के लिए है, तो इन पर छाप लगाकर तू सो जा. ഇതുപോലെ തന്നെ പ്ലെയിൻ്റെ ഉയരം വളരെ ദൂരെ ആയിരിക്കുമ്പോൾ താഴെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. പക്ഷെ പ്ലെയിൻ താണു വരുമ്പോൾ നമ്മളുടെ വിഷൻ കുറേശ്ശെ ക്ലിയർ ആകും. ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് പോലെ അല്പമായി ഭൂമി കാണാൻ തുടങ്ങി. Higher the plane, not clearer the vision, but lower the plane, clearer the vision. हवाई जहाज जब थोड़ा सा नीचे उतरता है तब हमें थोड़ा थोड़ा धरती की बातों को हम देख सकते हैं, जिस तरह चित्र में देख रहे हैं. തുടർന്ന് ഇതാ മേഘത്തിൻ്റെ മുകളിൽ നോക്കിയപ്പോൾ മേഘത്തെ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ മേഘത്തിൻ്റെ ലെവലിൽ വന്നപ്പോൾ ഇതാ ഭൂമി കുറേശ്ശെ കാണുവാൻ തുടങ്ങി. എന്നാൽ അവിടെ നിന്ന് ഇതാ വീണ്ടും താഴേക്ക് വന്നപ്പോൾ ഇതാ ഭൂമി കുറേയും കൂടെ ക്ലിയർ ആകാൻ തുടങ്ങി. ഇതാ ഈ രീതിയിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ കാര്യത്തോട് സമയത്തോട് നമ്മൾ അടുത്തു വരുന്തോറും ദൈവം കാര്യങ്ങളെ ക്ലിയർ ആക്കിക്കൊണ്ടേയിരിക്കും, നമ്മൾ ദൈവത്തിൻ്റെ ആലോചന സഭയിൽ നിൽക്കുന്നുവെങ്കിൽ. So when we tried to look at the earth from the flight, firstly we couldn't see. When the flight was lowered down, we could see the sky. From where again, when the flight was turned down, we could see the earth. And then we had a clearer vision about the earth. Likewise, when the time comes, things will be much more revealed to us than this. हवाई जहाज़ के उदाहरण से जैसे हमने समझाया, जब हम बड़ी ऊंचाई पे हैं तो सिर्फ बादलों को देख सकेंगे, लेकिन बादलों के स्तर में आएंगे तो हम पृथ्वी को देख सकते हैं थोड़ा थोड़ा. फिर और नीचे आते वक्त हम सब कुछ साफ देखने लगते हैं. इसी तरह प्रभु की बातें भी हैं. जैसे समय निकट आता है हमें उन बातों के बारे में और अधिक समझ मिलेगा, यदि हम प्रभु के साथ हो तो, उसके साथ चलने वाले हो तो. അതുകൊണ്ട് നിരന്തരം മെസ്സേജ് അയക്കുന്നവർ മനസ്സിലാക്കുക, 1260 നമ്പർ അതിലുണ്ട്, 1290 ദാനിയേലിൻ്റെ പുസ്തകത്തിലുണ്ട്, 1335 ദാനിയേലിൻ്റെ പുസ്തകത്തിലുണ്ട്. എനിക്കൊന്നും അറിയത്തില്ല, ദൈവം സമയമാകുമ്പോൾ കാര്യങ്ങളെ പറഞ്ഞു തരുന്ന സമയത്ത് ഞാൻ നിങ്ങളെ അറിയിക്കാം. So those who text me often, I have only one word. There are many numbers mentioned in the book of Daniel, and when God revealed to us, I can tell you. तो मुझसे सवाल जो करने वालों में से उन्होंने दिनांकों के बारे में, दिनों के बारे में, संख्या के विषय में सवाल किया था जो दानियल के पुस्तक में. तो हमारा जवाब यही है, जैसे समय निकट आता है प्रभु हमें समझ देगा. അതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പല വ്യക്തിത്വങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ മുതിരുന്നില്ല. കാരണം എൻ്റെ തോന്നലുകളല്ല ഞാൻ നിങ്ങളോട് പറയേണ്ടത്, എൻ്റെ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് പറയേണ്ടത്. So I also have seen many people who reveal such things to you. But as far as I am concerned, I am not speaking to you from the illusion, but I want to give you clarity which can be given only when the Godfather reveals to me. ദൈവം ഇന്ന് തന്ന വചനത്തിനായി നമുക്ക് നന്ദി പറയാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ എഴുന്നേൽക്കാം. Let us thank God for the message that has been given to us. Let us all stand up in the presence of the Lord.
आइए हम प्रभु की उपस्थिति में खड़े हो जाए। जो प्रभु ने हमें संदेश दिया है उसके लिए हम धन्यवाद करते हुए എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ, എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിൽ ഏകാഗ്രമാകട്ടെ. കേട്ട വചനത്തിനായി ഒരു നിമിഷം ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. Let all the eyes be closed in the presence of the Lord. Let us all concentrate on and meditate on the word that God has given to us. जब सभी आंखें बंद रहेगी तब हम प्रभु के दिए हुए वचनों के लिए उन पर मनन करते हुए धन्यवाद देंगे. സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പരാജയപ്പെട്ട പഴയ സൃഷ്ടികളിൽ നിന്ന് ഞങ്ങളെ മാറ്റി ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികർമ്മം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് അറിയാത്ത അഗോചരമായ കാര്യങ്ങൾ അങ്ങ് അനുദിനം അങ്ങയുടെ ആത്മാവാൽ വെളിപ്പെടുത്തി തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല പിതാവേ, അങ്ങാണ് ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ എല്ലാമെല്ലാം. അങ്ങേ കൂടാതെ ഞങ്ങളില്ല. അങ്ങാണ് ഞങ്ങളുടെ ആബാ ഫാദർ. ഇന്ന് പ്രിയ പൈതങ്ങളുടെ, പ്രിയ മകളുടെ ആ ചോദ്യത്തിന് ഉത്തരം അങ്ങ് തന്നതിനായി നന്ദിയോടെ സ്തോത്രം. പ്രതികൂലങ്ങളുടെ നടുവിൽ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ അങ്ങ് ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ അങ്ങത് പ്രകാശിപ്പിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, ഞങ്ങളെ തിരുത്തണമേ. വ്യസനത്തിനുള്ള മാർഗങ്ങൾ ഞങ്ങളുടെ ഉള്ളിലുണ്ടോ എന്ന് നോക്കി അങ്ങ് ഞങ്ങളെ ശാശ്വത മാർഗത്തിൽ നയിക്കണമേ. ഇതാ അങ്ങ് ഏൽപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരുവനെ പോലും ദുഷ്ടനായ പിശാചം, കള്ളപ്രവാചകനും പ്രവാചകന്മാരും ദുഷ്ടൻ്റെ ആളുകളും തൊടുവാൻ അങ്ങ് അനുവദിക്കരുത്. ലോകമോ ജഡമോ അവരുടെ ജീവിതത്തിൽ ജയമെടുക്കരുത്. പകരം അങ്ങയുടെ ആത്മാവ് അവരിൽ ജയമെടുപ്പാൻ, ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് എല്ലാവരും വരുവാൻ അങ്ങ് സഹായിക്കണമേ. ഈ ധ്യാനം ഇത്രത്തോളം മനോഹരമാക്കി അങ്ങയുടെ ആത്മാവ് അങ്ങയുടെ ദാസന്മാരിലൂടെ, ദാസിമാരിലൂടെ, അങ്ങയുടെ മക്കളിലൂടെ ഒരുമിച്ച് ഒരു ശരീരം എന്നതുപോലെ പ്രവർത്തിപ്പിച്ച് അങ്ങ് ചെയ്തെടുത്തതിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയ പിതാവേ, സർവമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. ഈ ശബ്ദ കാഴ്ചപരിധിയിൽ വിവിധ ദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന മക്കളെല്ലാവരും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് കൂട്ടായിരിക്കണമേ. അങ്ങയുടെ സമാധാനവും സന്തോഷവും സൗഖ്യവും ഞങ്ങൾ ഒരുമിച്ച് അവരുടെ മേൽ കൽപ്പിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. ഇവരെല്ലാം ഒരു അനുഗ്രഹമായി തീരട്ടെ. സർവമഹത്വം പിതാവേ അങ്ങേക്ക് യേശുവിനും നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അവരെ സഹായിക്കട്ടെ. കൂട്ടായിരിക്കട്ടെ. മനോഹരമായി ധ്യാനം കഴിയുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. ഇതാ അവസാനത്തെ പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥന ഇപ്പോൾ കഴിഞ്ഞിട്ട് നാളെ ദൈവം അനുവദിക്കുന്നെങ്കിൽ തിരുവത്താഴ് ശുശ്രൂഷ ചേർന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം നിങ്ങളെ അവരെ സഹായിക്കട്ടെ. കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.